പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കുകയും മറ്റുള്ളവരുമായി വചനം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഈ വചനം കേൾക്കുമ്പോഴൊക്കെയും ആ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ദൈവം എല്ലാവർക്കും നൽകട്ടെ. വചനം, നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ഉള്ളിൽ മാംസം ധരിക്കട്ടെ. വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ വിലയുള്ളതാണ് ഒരു ദൈവവചനം. അപ്പോൾ ആ വചനത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ ആ വചനം നമ്മൾ ആർത്തിയോടെ വായിക്കും. വചനം കിട്ടും തോറും നമുക്ക് പിന്നെ വചനത്തിന് വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഉള്ളിൽ ഉണരും. അപ്പോൾ വചനത്തിനായിട്ട് ദാഹിക്കുക. വചനം വായിക്കാനും വചനം പഠിക്കാനും വചനം ചൊല്ലി പ്രാർത്ഥിക്കാനുമുള്ള കൃപ, ആ കൃപയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. വചനം പഠിപ്പിക്കണമേ, വചനം ഗ്രഹിക്കുവാൻ തക്ക കഴിവ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. വചനം പഠിക്കും തോറും, വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയും തോറും ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുകയും നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തു വന്നാലും, എന്ത് കഷ്ടപ്പാട് വന്നാലും, ഏത് പ്രതിസന്ധികളിൽ പോയാലും ആ സമയം തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് ആ തക്ക സമയത്ത് വേണ്ടതായ വചനം നൽകി നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് കഴിവുള്ള സമയങ്ങളിലൊക്കെയും എല്ലാവരും വചനം കേൾക്കുകയും വചനം വായിക്കാനായിട്ട് സമയം കണ്ടെത്തുകയും ചെയ്യുക. വചനം വായിക്കാനുള്ള കൃപ ചോദിച്ച് വാങ്ങണം. നമുക്ക് കൃപയില്ലാതെ, ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. നമ്മളിപ്പോൾ ഒരാളോട് പ്രാർത്ഥിക്കുക, ബൈബിള് വായിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്തത് ചെയ്യും. പിന്നെ നമുക്കറിയാം, പറയുമ്പോൾ ചെയ്താലായി. അല്ലെങ്കിൽ ആ കൃപയുള്ള മനുഷ്യനാണെങ്കിൽ ആ തക്ക സമയത്ത് എപ്പോഴാണോ ഹൃദയത്തിലൊരു തോന്നലുണ്ടാകുമ്പോൾ ആ തോന്നലുണ്ടാകുന്ന സമയത്തൊക്കെയും വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആ കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ കൃപയാൽ ഞങ്ങൾക്ക് വചനം വായിക്കുവാൻ, വചനം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, വചനം പഠിക്കുവാൻ, വചനം ഓർത്തിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ദൈവവചനം ഏശയ്യായുടെ പുസ്തകം 51 അധ്യായത്തിൽ 1 വാക്യമാണ്. ഏശയ്യ 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്തു തന്നെയായാലും നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് നമ്മളെ അതിൽ നിന്ന് വിടുവിക്കുവാൻ, ആ പ്രതിസന്ധിയിൽ നിന്നും പുറത്ത് കടക്കുവാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കുവാൻ നമ്മുടെ ദൈവത്തിന് ശക്തിയുണ്ട്. അപ്പം ആ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഈ ഒരു വചനം ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ധ്യാനിക്കുക. രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്ത് തന്നെയായാലും, എന്ത് പ്രശ്നമായാലും, മനുഷ്യർക്ക് പരിഹരിക്കാനാവാത്ത പ്രശ്നമായാലും, എന്ത് പ്രശ്നമായാലും അതിന്മേൽ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് നമ്മെ വിടുവിക്കുവാൻ ശക്തിയുണ്ട്. അപ്പോൾ ഈ വചനം, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും ദൈവം കേൾക്കുന്നുണ്ട്. പിന്നെ ചില പ്രാർത്ഥനകൾക്കൊക്കെ നമുക്ക് ഉത്തരം കിട്ടാൻ കാലതാമസം ഉണ്ടാകും. അതെന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, പ്രാർത്ഥനാ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ആ താമസം വരുന്നത് നമുക്കതിൽ നല്ലത്, ഏറ്റവും നല്ലത് തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അറിയില്ല അവിടെ എന്താണ് നന്മ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനകത്ത് ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, അതിനകത്ത് എന്തോ ഒരു കുറവുണ്ട്. ആ കുറവിനെ നികത്താൻ വേണ്ടി ദൈവം അവിടെ കാലതാമസം വയ്ക്കും. അപ്പം നമുക്ക് തരുമ്പോൾ ഏറ്റവും നല്ലത് തരാനാണ് നമ്മുടെ സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നുണ്ട്. നമ്മൾ എന്താകണമെന്നും നമ്മളെക്കുറിച്ചുള്ളൊരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി
എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണത്. അപ്പോൾ കർത്താവിൻ്റെ കരുണയിൽ, കർത്താവിൻ്റെ രക്ഷയിൽ, യേശു ഏക രക്ഷകനാണെന്ന വിശ്വാസത്തിൽ മുൻപോട്ട് നീങ്ങുവാനായിട്ട് ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി എല്ലാവരിലേക്കും ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ തന്നെ ആമേൻ.